പ്രോബ്ലത്തിൻ്റെ റിമൈനിങ് പോർഷനിലേക്ക് പോകാം. നമുക്കിനി അടുത്തതായിട്ട് കാണേണ്ടത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 4 സൈൻ ഓഫ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ സൈൻ ഓഫ് വൈ എന്താണെന്ന് നോക്കണം. അപ്പോൾ ഫംഗ്ഷൻ്റെ സൈൻ കാണാനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ എക്സ് ഇൻ്റർസെപ്റ്റും വൈ എക്സ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കണ്ടുപിടിച്ചു. ഈ പോയിൻറ്റുകളെല്ലാം നമ്മൾ ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നു. നമുക്കറിയാം എക്സ് ഇൻ്റർസെപ്റ്റ് വരുന്ന ഭാഗം, എക്സ് ഇൻ്റർസെപ്റ്റ് വരുന്ന എവിടെയൊക്കെയാണ്? എക്സ് ഇൻ്റർസെപ്റ്റ് വരുന്നത് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് -2-ലും 2-ലും എക്സ് ഇൻ്റർസെപ്റ്റ് വരുന്നുണ്ട്. അതേപോലെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് -4-ലും 4-ലുമായിരുന്നു. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് നമ്മൾ ആദ്യം കണ്ടെത്തി. അപ്പോൾ വൈയുടെ സൈൻ കാണാനുള്ള മാർഗ്ഗം ഇതാണ്. എക്സ് ഇൻ്റർസെപ്റ്റ് വരുന്ന പോയിൻറ്റ്സ്, അതുപോലെ തന്നെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് വരുന്ന പോയിൻറ്റ്സ്, ഇത് നമ്മൾ ആദ്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നു. അതവിടെ പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് പോയിൻറ്റ്സ് വേർ എക്സ് ഇൻ്റർസെപ്റ്റ് ഓർ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഒക്വർ ഈസ് സെറ്റ് -4, -2, 2, 4. അപ്പോൾ ഈ 4 പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നത് എന്താ? ഈ 4 പോയിൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് 4 പോയിൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് നമ്പർ ലൈനിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്പർ ലൈൻ എങ്കിൽ നമ്പർ ലൈനിൽ 4 പോയിൻറ്റ്സ് കിട്ടി. ഏതൊക്കെയാണ്? -4 കഴിഞ്ഞ് വരുന്ന പോയിൻ്റാണ് -2, പിന്നെ 2, 4. 4 പോയിൻറ്റ്സ് ഉപയോഗിച്ച് നമ്പർ ലൈനിനെ ഡിവൈഡ് ചെയ്യാം. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഭാഗത്തെ വിളിക്കുന്ന പേരെന്താ? -∞ to -4. അടുത്തത് ഈ പോർഷനെ വിളിക്കുന്ന പേര് -4 to -2. ദിസ് പോർഷൻ -2 to 2, ദിസ് വൺ 2 to 4 ആൻഡ് ദിസ് വൺ 4 to ∞. 4 പോയിൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് നമ്പർ ലൈനിനെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പോയിൻറ്റ്സ് കണ്ടെത്തുക. അതാണ് ഈ 5 പോയിൻറ്റ്സും പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്, ഈ ഓരോ ഇൻ്റർവെല്ലിലും വെച്ചിട്ട് നമ്മുടെ വൈയുടെ സൈൻ കണ്ടുപിടിക്കും. ഓരോ ഇൻ്റർവെല്ലിലെ ഒരു സാമ്പിൾ പോയിൻറ്റ്സ് എടുത്തിട്ട് വൈയുടെ സൈൻ കണ്ടുപിടിക്കും. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാ നോക്കൂ. ആദ്യം വൈ എടുക്കുന്നു. വാട്ട് ഈസ് വൈ? വൈ ഈസ് ഈക്വൽ ടു 2x² - 8 ഡിവൈഡഡ് ബൈ x² - 16 എടുക്കുന്നു. ഇൻ്റർവെൽ -∞ to -4 മുതൽ 4 to ∞ വരെയുള്ള എല്ലാ ഇൻ്റർവെൽസും 5 ഇൻ്റർവെലും എടുക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചേക്കുന്ന പോലെ തന്നെ നമ്മുടെ ഫംഗ്ഷൻ വൈക്കകത്തോട്ട് ഈ ഇൻ്റർവെല്ലിൽ ഒരു സാമ്പിൾ പോയിൻ്റ് കൊടുക്കുന്നു. നമുക്കറിയാം -∞ക്കും -4-നും ഇടയിലുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് ഏതെങ്കിലും നമ്പർ, -5 എന്ന് വിചാരിച്ചു. ആ -5 ആണ് ടെസ്റ്റ് പോയിൻ്റ്. ആ -5 നമ്മുടെ വൈക്കകത്തോട്ട് കൊടുക്കുന്നു. ആ -5 വൈക്കകത്തോട്ട് കൊടുക്കുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് -5 എന്ന് കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 14/3. അപ്പോൾ അതിൻ്റെ സൈൻ നോക്കുക, പ്ലസ് ആണ്. അടുത്ത ഇൻ്റർവെല്ലിൽ ഒരു സാമ്പിൾ പോയിൻ്റ് എടുത്തു. അതായത് -4-നും -2-നും ഇടയ്ക്കുള്ള പോയിൻ്റാണ് -3. അത് ഇവിടേക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് -10/7. അപ്പോൾ അവിടെ മൈനസിന് കിട്ടി. അങ്ങനെ ഓരോ ഇൻ്റർവെല്ലിലെയും ഓരോ സാമ്പിൾ പോയിൻ്റ് എടുത്ത് നമ്മൾ വൈയുടെ സൈൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സൈൻ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ വൈയുടെ സൈൻ അനലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്. അപ്പോൾ നമ്മൾ 4 സ്റ്റെപ്പുകൾ കഴിഞ്ഞു. 4 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിമെട്രി, എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ്, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്, സൈൻ ഓഫ് വൈ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും സ്റ്റെപ്പ് ഓർത്തിരുന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യുക. അപ്പോൾ ഇത് പറ്റുമെങ്കിൽ ഇത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻഡ് ബിഹേവിയർ, അടുത്തായിട്ട് വേണ്ടത് എൻഡ് ബിഹേവിയറാണ്. എൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷന് ആസ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഫംഗ്ഷൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എൻഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. വെറുതെ ഒരു ഗ്രാഫ് വരച്ചിട്ട് നമുക്കറിയാം എന്താ ഇവിടെ ഇങ്ങനൊരു ഗ്രാഫ് വരയ്ക്കുന്നു വിചാരിച്ചോ. വെറുതെ ഗ്രാഫ് വരയ്ക്കുക. വെറുതെ ഞാൻ ഗ്രാഫ് വരച്ചിട്ട് നമ്മൾ പറയുന്നു, ഇങ്ങനെ ഗ്രാഫ് വരച്ചിട്ട് പറയുന്നു, ഇങ്ങനെ അങ്ങ് പറയുന്നു. അപ്പോൾ അതിനർത്ഥം എന്താ? എക്സിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഈ ഗ്രാഫിൻ്റെ ഹൈറ്റ് കൂടി പോകുന്നു. അല്ലെങ്കിൽ എന്താ? ഹൈറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി. അതായത് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഫംഗ്ഷനും എങ്ങോട്ട് പോകുന്നു? ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് എൻഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതേപോലെ ഈ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളത് പറയും എക്സ് ടെൻസ് ടു
മൈനസ് ഇൻഫിനിറ്റി, എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും എഫ് ഓഫ് എക്സ് എങ്ങോട്ട് പോകുന്നു? ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ഇതാ ഇങ്ങനെ ഇവിടെ ഈ ഹൈറ്റ് ഇവിടെ കൂടി ഇവിടെ കൂടി ഇവിടെ കൂടി ഇവിടെ കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് എൻഡ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ വരച്ചത് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ പ്രത്യേകത ഇതാണ്. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഹൈറ്റ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോഴും ഹൈറ്റ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പരാബോള വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഗ്രാഫുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരച്ച ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നേരിട്ട് ഫംഗ്ഷനിൽ ലിമിറ്റ് കൊടുത്ത് നോക്കുക. അവസാനം മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പിക്ചറിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് എൻ ബിഹേവിയർ കാണാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇതാണ്. എന്താ ചെയ്യുന്നത്? തന്നിരിക്കുന്ന ഫംഗ്ഷനിലെ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ അതവിടെ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതവിടെ സ്റ്റെപ്പിൽ അത് പറഞ്ഞിട്ടുണ്ട്. ലിമിറ്റ് എൻഡ് ബിഹേവിയർ കാണാനുള്ള മാർഗം ഇതാണ്. ടേക്ക് ദ ലിമിറ്റ് ഓഫ് എഫ് ഓഫ് എക്സ് ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആൻഡ് ആസ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന പോലെ ചെയ്യാം. ആദ്യമായിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2x സ്ക്വയർ മൈനസ് 8 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 16 കാണാം. ആ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള മാർഗം നമുക്കറിയാം. ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉള്ള സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എന്നെടുക്കുക. 2x സ്ക്വയർ മൈനസ് 8 എക്സ് സ്ക്വയർ കോൺഫാക്ട് എടുക്കുക. സോ എക്സ് സ്ക്വയർ ഇൻറ്റു 2 മൈനസ് 8 ബൈ എക്സ് സ്ക്വയർ ആകും. അതേപോലെ ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ കോൺഫാക്ട് എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 16 ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ലിമിറ്റിൻ്റെ വാല്യൂ 2 ആണെന്ന് കിട്ടും. 2 ആണെന്ന് കിട്ടാനുള്ള മാർഗം എന്താ? എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്തോറും നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്. ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഇങ്ങനെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0. എക്സ് കൂടി വരുന്നതനുസരിച്ചിട്ട് 1 ബൈ എക്സ് സ്ക്വയർ കുറഞ്ഞ് എങ്ങോട്ട് പോകും? 0യിലേക്ക് പോകും. ഇത് റിസൾട്ടാണ്. അതേപോലെ മറ്റൊരു റിസൾട്ടാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 ബൈ എക്സ് 0. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന റിസൾട്ടാണ്. അപ്പോൾ ആ റിസൾട്ടാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ആ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് വരും? ഈ ഭാഗം this part becomes 0, this part becomes 0, so that the answer is 2. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി കണ്ടു നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി കണ്ടു കഴിഞ്ഞാലും ഇതേ ആൻസർ തന്നെയാണ് വരാൻ പോകുന്നത്. ഇവിടെ എക്സ് മൈനസ് ഇൻഫിനിറ്റി കൊടുത്താലും ആൻസർ 0 ആണ്. ഇവിടെ 0 ആണ്. സോ ആൻസർ ഈസ് 2. അപ്പോൾ പ്രത്യേകത എന്താ? നമ്മൾ പറയും ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. രണ്ട് കേസിലും ഈ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്താണ്? 2 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ വരും. ഏകദേശം ഗ്രാഫ് പിക്ചർ നമുക്കറിയില്ല, ഇപ്പോഴും പിക്ചർ എന്താണെന്ന് അറിയില്ല. ഒരു കാര്യം മാത്രം വ്യക്തമാണ്, ആക്ച്വലി ഇതാണല്ലോ നമ്മുടെ വൈ. ആ വൈയുടെ ലിമിറ്റ് എന്തായിട്ട് മാറുന്നു? 2 ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. 0, 1, 2. This line has equation y equal to 2. അപ്പോൾ ഇതാണ് y equal to 2 എന്ന് പറയുന്ന ലൈന്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഈ ഫംഗ്ഷൻ എങ്ങോട്ട് പോകുന്നു? y ഈക്വൽ ടു 2വിനോട് അടുത്തടുത്ത് വരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതായത് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതനുസരിച്ച് ഗ്രാഫ് ആരോട് അടുക്കുന്നു? y ഈക്വൽ ടു 2 അടുത്തടുത്ത് വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അടുത്തടുത്ത് വരുന്നത് കൊണ്ടാണ് ഈ y ഈക്വൽ ടു 2വിനെ വിളിക്കുന്ന പേര് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്നാണ്. അതേപോലെ തിരിച്ച് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് വരുന്തോറും ഇതുപോലെ തന്നെ വരും. ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങോട്ട് വരുന്നു? മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് വരുന്നു. ഈ ഗ്രാഫ് ആസ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഈ ഗ്രാഫ് എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു? 2വിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറയും ഈ ഗ്രാഫിനെ എന്തുണ്ടെന്ന് പറയും? ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് y ഈക്വൽ ടു ആണെന്ന് പറയുന്നു. ഇപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാതെയാണ് വെറുതെ ഞങ്ങൾ വരച്ച് കാണിച്ചതാണ്. പക്ഷേ ആക്ച്വലി ഗ്രാഫ് ഇങ്ങനെയല്ല ഷേപ്പിരിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഏത് ലൈനുമായിട്ട് അടുത്തടുത്ത് വരുന്നു? y ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈനുമായിട്ട്
അടുത്തടുത്ത് വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. y ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈനാണ്. അതുമായിട്ട് ഗ്രാഫ് അടുത്തടുത്ത് വരുന്നു, എന്നാൽ ടച്ച് ചെയ്യുന്നില്ല. അതായത് y ഈക്വൽ ടു 2നെ വിളിക്കുന്ന പേര് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്നാണ്. അപ്പോൾ നമ്മൾ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി വരുമ്പോൾ y ഈക്വൽ ടു 2നോട് അടുക്കുന്നു, എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി വരുമ്പോഴും y ഈക്വൽ ടു 2നോട് അടുത്തടുത്ത് വരുന്നു. ഇതിപ്പോൾ ഞാൻ റഫായിട്ട് വരച്ച് കാണിച്ചാണ്, പക്ഷേ ആക്ച്വലി ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെയല്ല. ആക്ച്വലി ഇതിൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളത് നമുക്ക് താഴെ ഗ്രാഫിലേക്ക് നോക്കാം. ഒരു കാര്യം ഉറപ്പാക്കുക, നമ്മുടെ ഗ്രാഫ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്തോറും y ഈക്വൽ ടൂവിലേക്ക് അടുത്തടുത്ത് വരുന്നു, മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്തോറും y ഈക്വൽ ടു 2 എന്നുള്ള ലൈനിലേക്ക് അടുത്തടുത്ത് വരുന്നു. അതായത് y ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആയിരിക്കും. അപ്പോൾ അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാഫിലേക്ക് നോക്കാം, ഫൈനൽ ഗ്രാഫിലേക്ക് നോക്കാം. ഇതാ ഈ ഫൈനൽ ഗ്രാഫിലേക്ക് നോക്കിക്കോളൂ. ഫൈനൽ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താ? ഫൈനൽ ഗ്രാഫിൻ്റെ പ്രത്യേകത ഇതാ ഈ ലൈനാണ്, ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് y ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലൈനിൻ്റെ പ്രത്യേകത നോക്കുക. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ, ഈ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു, ഇതിങ്ങനെ നിൽക്കുന്നു. ഇത്ര മാത്രമേ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ ഉദ്ദേശിക്കുന്നത് എന്താ? ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് പോകും. അതായത് ആരുമായിട്ട് അടുത്തടുത്ത് വരും? ഈ പറയുന്ന ഡോട്ടർ ലൈനുമായിട്ട് അടുത്തടുത്ത് വരും. അതേപോലെ ഈ ഗ്രാഫ് ഇങ്ങോട്ട് വരുന്തോറും ഈ ഗ്രാഫ് ഇങ്ങനെ വന്ന് ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ്. അടുത്തടുത്ത് വരുന്നു, എന്നാൽ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പറയും y ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈനുമായിട്ട് അടുത്തടുത്താണ് ഗ്രാഫ് വരുന്നത്, അല്ലെങ്കിൽ y ഈക്വൽ ടു 2 എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടാണ്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. y ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈനുമായിട്ട് അടുത്തടുത്ത് വരുന്നു. സോ വി സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഹാസ് എ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. -4ലും വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ y ഈക്വൽ ടു 2വിൽ എന്തുണ്ട്? ഒരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഉണ്ട്. ആ ഹൊറിസോണ്ടൽ ലൈനും ഈ കർവിനെ സംബന്ധിച്ചിടത്തോളം അസിംപ്റ്റോട്ടാണ്. അപ്പോൾ നമ്മൾ ആ രണ്ട് കാര്യങ്ങളാണ് അവിടെ അനലൈസ് ചെയ്തത്. എൻ ബിഹേവിയർ കണ്ടെത്തി. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ? ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് കണ്ടെത്തി. ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു, dy/dx കണ്ടു. y ഈക്വൽ ടു തന്നിരിക്കുന്ന ഫംഗ്ഷൻ 2x² - 8 ഡിവൈഡഡ് ബൈ x² - 16 എന്നുള്ള ഫംഗ്ഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ കിട്ടിയ ആൻസറാണ് -48x ഡിവൈഡഡ് ബൈ x² - 16 ഹോൾ സ്ക്വയർ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കിട്ടിയ ഫംഗ്ഷൻ നമ്മൾ വീണ്ടും എന്താണ്, ഇപ്പോൾ ഈ ഫംഗ്ഷൻ എടുത്തു. ഈ ഫംഗ്ഷനെ വീണ്ടും നമ്മൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്ത് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറാണിത്. അപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഡെറിവേറ്റീവ്സ് നമ്മൾ രണ്ടെണ്ണം കണ്ടെത്തുക. dy/dx കാണുക, അതുപോലെ തന്നെ d²y/dx² കാണുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ഇതെങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് എന്നുള്ളത് കംപ്ലീഷൻ സ്റ്റെപ്സ് നോക്കാം.